ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഹരിശങ്കർ. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഞാൻ ഈ വീഡിയോ വ്ളോഗിങ്ങോ അല്ലെങ്കിൽ റീൽസോ ഒന്നും എനിക്ക് വലിയ പരിചയമില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം ഇവിടെ കൊല്ലത്തിനടുത്ത് താന്നി ബീച്ചിൽ പോയപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ താന്നി ബീച്ച് കൊല്ലത്തുനിന്ന് പരവൂരേക്ക് പോകുന്ന തീരദേശ ഭാഗത്തൂടെ പോകുമ്പോൾ പരവൂരം എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ബീച്ച് സൈഡാണ് താന്നി. ഈ അടുത്ത സമയത്തായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് റീൽസും ഒക്കെ ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കണ്ടിട്ടാണ് പോയത് ഈ കഴിഞ്ഞ ഞായറാഴ്ച. ശരിക്കും അത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. സ്ട്രീറ്റ് റോഡാണ്. അതിൻ്റെ ഒരു സൈഡിൽ ബീച്ച്, അതിൻ്റെ മറുവശത്ത് കായൽ. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. പക്ഷേ ആ മനോഹാരിതയെ അപ്പാടെ തകർത്ത് കളയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ ഇന്ത്യയിൽ എവിടെ ചെന്നാലും കാണുന്നത് പോലുള്ള റോഡിൻ്റെ രണ്ട് വശത്തും പ്ലാസ്റ്റിക് വേസ്റ്റ് നിറച്ചു വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച, ഒരു ഗതികേടാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തന്നെ ഒരു വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുക, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അത് ഏറ്റവും അപകടകരമാണെന്ന് മനസ്സിലാക്കാതെ അത് വളരെ നിസ്സാരമായി വലിച്ചെറിയുന്ന ആ ഒരു സ്വഭാവം, അത് വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ ബീച്ച് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ കൊല്ലത്ത് വൈകുന്നേരം ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഒരു ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ ഒന്നും ഒരു സ്ഥലവും ഇല്ലാത്തത് കാരണം ഇതുപോലെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരൊക്കെ പോവുകയാണ്. പക്ഷേ ഈ വരുന്നവർക്കൊന്നും അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ ഫെസിലിറ്റി ഇല്ല. റോഡ് വീതി കുറഞ്ഞതാണ്. വെളിച്ചം, സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ കുറവ് അധികമായിട്ട് തന്നെ ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. അത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കഫറ്റീരിയസോ അല്ലെങ്കിൽ ഒന്നും വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഈ പറയുമ്പം കേൾക്കുന്നവർ ചിലപ്പം പറയുമായിരിക്കും അതൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ബട്ട് ഞാൻ ചോദിക്കുന്നതല്ല, കഴിഞ്ഞ 75 വർഷമായിട്ട് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ് കൂടെ ഭരിക്കുന്നുണ്ട്. നമുക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്, നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ത്രിതല പഞ്ചായത്തിലേക്ക് തന്നെ പഞ്ചായത്ത്, ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തുടങ്ങി വിവിധ വിഭാഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ ജനപ്രതിനിധികളുണ്ട്. ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇതുകൂടാതെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്കുണ്ട്. അതായത് പൊതുവടങ്ങൾ മനോഹരമാക്കുന്നതിന്, ചെടിയും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതിന് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുള്ള സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും ഒരു ഇത്തരം സ്ഥലങ്ങളൊന്നും എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഒരു നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ടോ അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് തന്നെ വൈകുന്നേരം കുറച്ച് സമയം ചെലവഴിക്കുന്നതിനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കാനായിട്ട് എന്താണ് തടസ്സം? ഞാൻ 7-8 വർഷം ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഏറ്റവും പരിമിതമായ നാച്ചുറൽ റിസോഴ്സസ് ആണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരുഭൂമിയാണ്. ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ആ സ്ഥലത്ത് ലോകത്തെ ഏറ്റവും മികച്ച ഗാർഡൻസ് ഒരുക്കിയിട്ടുണ്ട് അവർ. അവരുടെ കടപ്പുറമൊക്കെ എത്ര വൃത്തിയായിട്ടും എത്ര മനോഹരമായിട്ടും, അതിന് ചുറ്റിനും നടക്കാനായിട്ടുള്ള വാക്കിംഗ് ട്രാക്സും തുടങ്ങി പാർക്കിങ്ങിനായിട്ടുള്ള ഭയങ്കര ഫെസിലിറ്റീസ്, വൈകുന്നേരം അവിടെ സമയം ചെലവഴിടാൻ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ ഏറ്റവും സമ്പന്നമാണ് നമ്മുടെ നാട്. ഇപ്പോൾ കൊല്ലത്ത് താന്നി മാത്രമല്ല, കൊല്ലം ബീച്ച് തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോഴും അവിടെ ഉള്ളൂ. ശരിക്കും വെളിച്ചം പോലും ഇല്ല. ആളുകൾക്കൊന്ന് വൈകുന്നേരം അവിടെ പോയി കാര്യമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം പോലും പരിമിതമാണ്. സൗകര്യങ്ങൾ പരിമിതമാണ്. അതുപോലെ പരവൂർ, പുഴിക്കര, കാപ്പിൽ, ഇവിടെയൊക്കെ കായലും കടലും ഒക്കെ ചേരുന്ന ആ പൊഴിയൊക്കെ ലോകോത്തരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്തതിൻ്റെ ഒരു കാര്യം. പക്ഷേ പ്രതികരിക്കുന്ന ഈ വീഡിയോ തുറന്നു വെച്ച് ഈ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പ്രതികരിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ ആ പ്രതികരണത്തിൽ ഒതുങ്ങിപ്പോകരുത് എന്നൊരു വിഷയം കൂടെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. BJPയുടെ കുറേയധികം അംഗങ്ങൾ ഇത്തവണ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലും പഞ്ചായത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ചാത്തന്നൂർ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 7ഓളം അംഗങ്ങളുണ്ട്. ഞാൻ ഈ കാര്യമൊക്കെ അവരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവരെല്ലാം തൽപരരാണ്. ശരിക്കും വേണ്ടത് ഒരു കോർഡിനേഷൻ സംസ്ഥാന തലത്തിൽ, അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തി, അല്ലെങ്കിൽ ഒരു പ്ലാൻ
ഒരു ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. ഒരു പ്ലാനിട്ട് പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിലോട്ട് ജോയിൻ ചെയ്യും. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് വരുന്നവർക്ക് ഇത്തരം വലിയ ഐഡിയ ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇതിനു മുമ്പേ നടക്കുമല്ലോ. അപ്പം ഇപ്പം ഇത്തവണ BJPയുടെ MLA ആയിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ നിന്ന് മത്സരിച്ച ഗോപകുമാർ സാർ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹമൊക്കെ വരികയാണെങ്കിൽ ഇതിലേക്ക് ഒരു നല്ലൊരു മാറ്റത്തിനായിട്ട് ഇപ്പോൾ ചാത്തന്നൂർ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിടെ ആദ്യത്തെ നല്ലൊരു ചിറയുണ്ട്, ഒരു കുളമെന്ന് പറയാം, വലിയൊരു കുളമാണ്. ഇറ്റ്സ് എ പോണ്ട്, ബിഗ് പോണ്ട്. അതിന് ചുറ്റും റോഡുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഗതികേട്. കുളം നിറയെ പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് എവിടെ നോക്കിയാലും. അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസോ അതിൻ്റെ ചുറ്റും ഒരു വാക്കിംഗ് ട്രാക്ക് ഇട്ട് അതൊന്ന് വൃത്തിയായിട്ട് വെക്കാനായിട്ടോ ഒന്നും ആരുമില്ല. ഇതിനെല്ലാം ഇവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് ചെയ്യിക്കാനായിട്ടുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ദീർഘവീക്ഷണം. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത്തരം സ്ഥലങ്ങളൊക്കെ കിട്ടി അവർ സ്വർഗമാക്കും അതിന്. ഇവിടെ ദുബായിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുളങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അവർ കുളം കുഴിച്ചിട്ടാണ് ഇത്തരം സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ദുബായിൽ നഗരത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു ആർട്ടിഫിഷ്യൽ നദി ഉണ്ടാക്കി അതിനകത്തൂടെ ബോട്ടിങ്ങും അതിൻ്റെ വശങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്ന് വൃത്തിയാക്കി വെച്ചാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടന്നാലുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ വിദേശത്ത് പോയി ജോലിക്കായിട്ട് അലയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനേക്ക് വേണ്ടി നല്ല ഉത്തരവാദിത്വത്തോടു കൂടി സർക്കാർ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ സഹകരിക്കും. ഇപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ്, ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടുള്ള അവസരങ്ങൾ കൊടുത്താൽ നമ്മുടെ ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഈ മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ തന്നെ ഇന്ത്യക്കാർ എത്ര പണമാണെന്നറിയാം ഇൻവെസ്റ്റ് ചെയ്യണത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്നു. ഇന്ത്യയിൽ ഇതുപോലെ ഒത്തിരി മോഡൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി നർമ്മദയുടെ ആ വാട്ടർ ഫ്രണ്ട്, അത് അവിടെ ഇതുപോലെ ആയിരുന്നു. വളരെ വൃത്തികേടായിട്ട് കിടന്ന സ്ഥലം ലോകോത്തരമായ ഒരു വാട്ടർ ഫ്രണ്ടായിട്ട് അദ്ദേഹം മാറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ഒരു ശ്രമം നല്ലവരായ നാട്ടുകാരെ എല്ലാം ചേർത്തുകൊണ്ട് ഉണ്ടാവണം. അത് ഇതൊരു പ്രതികരണത്തിൽ മാത്രം അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ മാത്രം ഒതുങ്ങാതെ ഇത് നടപ്പിൽ വന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുള്ള കുറേയധികം നാട്ടുകാരും ഒക്കെ ഉണ്ട്. അതിലേക്കൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇത് കേൾക്കുന്നവരും ആ ഒരു പ്രോത്സാഹനമാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ നാടും മനോഹരമാവും. അത് ഈ ഐഡിയ ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാനല്ല. പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി. തെരഞ്ഞെടുപ്പ് ദിവസം എനിക്കിതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഞാൻ ആര് ഭരണത്തിൽ വന്നാലും എനിക്ക് എൻ്റെ കാര്യം നോക്കിയാലല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരോട് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ്. ഈ രാഷ്ട്രീയം നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറഞ്ഞ് മാറി നടക്കുന്നവരോടും എനിക്ക് പുച്ഛമാണ്. രാഷ്ട്രീയം മാറ്റി വയ്ക്കാനുള്ളതല്ല, ആ രാഷ്ട്രീയത്തിൽ എല്ലാവരും പങ്കാളികളായാൽ മാത്രമേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നാട് മാറുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ യാതൊരു ഐഡിയ ഇല്ലാത്ത കുറേ ആൾക്കാർ നമ്മളെ ഭരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതിന് മാറ്റം വേണമെങ്കിൽ ഓരോരുത്തരും അതിന് ശ്രമിക്കണം. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴീ വീഡിയോ ചെയ്തത്. അപ്പം താങ്ക് യു.